ഹായ് ഗൈസ്, ഇന്ന് സൺഡേക്കായിട്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് എവിടെയൊക്കെ പോകാമെന്ന് പ്ലാൻ വന്നത്. പിന്നെ എവിടെ പോകാമെന്നുള്ള പ്ലാനിങ് ആയി അടുത്തത്. പിന്നെ ബാംഗ്ലൂർ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. നിറയെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഒരു റീലിൽ കണ്ടതാണ് ഇങ്ങനെ കയാക്കിങ് കൊണ്ട് ബാംഗ്ലൂരിൽ തന്നെയാണ് കയാക്കിങ്. ഇത് ബാംഗ്ലൂരിൽ തന്നെയുള്ള സ്ഥലമാണ്. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഹൗസ്കോട്ടയിൽ നിന്ന് ഇവിടെ നിന്ന് നിയർ തന്നെയാണ്, ഒരു 10 കിലോമീറ്റർ എങ്ങാണ്ട് അടുത്ത് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അത് 3 സെക്ഷനായിട്ടാണ് അവിടെ നടക്കുന്നത്. ഫസ്റ്റ് സെക്ഷൻ 5:30ക്ക്, മറ്റൊന്ന് ആഫ്റ്റർനൂണും, പിന്നെ ഒന്ന് ഈവനിങ് ആണുള്ളത്. നമ്മൾ ഈവനിങ്ങുള്ള 5:30 ദിനാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പിന്നെ ടിക്കറ്റ് കിട്ടുമെന്നുള്ള ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് പിന്നെ ആ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ട്രെയിനർ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നേ. അങ്ങനെ ട്രെയിനർ വന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഹിന്ദി, പിന്നെ മൊത്തത്തിൽ കിളി പറഞ്ഞേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ, ആളെന്താ പറയുന്നത് നമുക്കൊന്നും മനസ്സിലായില്ല. പിന്നെ എന്തായാലും ഇറങ്ങിയല്ലോ എന്ന് വിചാരിച്ച് ഇനി നീന്തി കയറാന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇറങ്ങിയേ. പിന്നെ നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ നമുക്ക് എങ്ങനെ തുഴയേണ്ടതെന്ന് നമുക്കറിയാത്തതുകൊണ്ട് ആരെയോ പോയിടിച്ചു, ആരൊക്കെയോ നമ്മളെയും വന്നിടിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ആട്ടോ. പിന്നെ ഒരു അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു എൻജോയ്മെന്റ് തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത ടൈം ഒരു ഈവനിങ് വൈകുന്നേരം ആയതുകൊണ്ട് പിന്നെ ഒരു അടിപൊളി തന്നെ ആയിരുന്നു. അത് സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഒരു അടിപൊളി ഫീലിംഗ് തന്നെ ആയിരുന്നു. അങ്ങനെ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ആസ്വദിച്ച് കുറേ തുടങ്ങി. പിന്നെ എൻ്റെ ആഗ്രഹം എന്ന് ഉണ്ടായിരുന്നത് രാവിലെ 5:30 സെക്ഷനിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം. ഞാൻ വിചാരിച്ചു സൺറൈസ് കാണാൻ സൂപ്പർ ആയിരിക്കുമല്ലോ, അടിപൊളിയായിരിക്കുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ച്. പക്ഷെ സൺറൈസിനേക്കാൾ അടിപൊളിയായിട്ടുള്ളത് എനിക്ക് സൺസെറ്റാണ് ഇഷ്ടമായത്. അപ്പം ഞാൻ വിചാരിച്ചു മോർണിംഗ് ടിക്കറ്റ് കിട്ടാത്തത് നല്ലതാണ്, ഈവനിങ് തന്നെ. നമ്മൾ ആസ്വദിച്ച് പോയിട്ടിരിക്കുമ്പോഴാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആൾ തുഴയുന്നത്. ആൾ തുഴയുന്നതാണ് എന്ത് സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് പോകുന്നത്. ആൾ തുഴയുന്നത് നോക്കി ഇന്ന് നമ്മളെവിടെയോ പോയിടിച്ചേ. അങ്ങനെ തുഴഞ്ഞ് എൻ്റെ ഉപ്പാട് ഇളകി. പിന്നെ ഞാനങ്ങനെ ചുമ്മാ ഇരുന്ന്. പിന്നെ തുഴഞ്ഞ മൊത്തം അവനായിരുന്നേ. ഇങ്ങനെ വെള്ളത്തിലുള്ള റൈഡൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ഫോണെല്ലാം സൂക്ഷിച്ച് വെക്കണേ. ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ്റെ ഫോൺ പോയേ. പിന്നെ ഈ വെള്ളത്തിൽ പോയാൽ അറിയാമല്ലോ, പിന്നെ ഫോൺ കിട്ടത്തൊന്നുമില്ല. അങ്ങനെ അവൻ്റെ ഫോൺ പോയി. സത്യം പറയാമല്ലോ എനിക്കൊരുപാട് ഇഷ്ടമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു അടിപൊളി ഫീലിംഗ് തന്നെ ആയിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.